അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ മാംഗോ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കുക. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ രണ്ട് നല്ല കളറുള്ള മാങ്ങ നോക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നാരില്ലാത്ത മാങ്ങ എടുക്കാൻ ശ്രദ്ധിക്കണേ. വലിയ സൈസാണെങ്കിൽ ഒന്ന് മതിയാവും. അപ്പോൾ ഇതിൻ്റെ പൾപ്പ് എടുക്കുന്ന സമയത്ത് നമുക്ക് 1 കപ്പ് കിട്ടണം. ആ അളവിലുള്ളൊരു മാങ്ങ എടുക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം ഇതുപോലെ ഞാനങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇത് നമുക്ക് ഐസ്ക്രീമിൽ കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇടാനുള്ളതാണ്. അപ്പോൾ 2 സൈസിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇത് ബിഗ് സൈസിലുള്ളത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് ഒന്ന് പൾപ്പാക്കി എടുക്കണം കേട്ടോ. ഇത് നമുക്ക് ഇവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഞാനിത് പൾപ്പാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് 1 കപ്പോളം എടുത്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഞാനൊരു പാന് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മുടെ സാധാരണ നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊരു ഷുഗർ സിറപ്പാക്കി എടുക്കാനാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുക. അത് അലിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചെറിയതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയില്ലേ, അതൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഈ മാങ്ങ കഷ്ണങ്ങളിൽ ആ ഷുഗർ സിറപ്പ് നന്നായിട്ട് പിടിച്ച് അത് ഷുഗർ സിറപ്പ് പിടിച്ചിട്ട് ടൈറ്റായി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പെട്ടെന്ന് തന്നെ നമ്മുടെ മാങ്ങയിലേക്ക് ആ ഷുഗർ സിറപ്പൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഇത് അടിച്ചിട്ട് എന്താ പറയുക, ഇതൊന്നും അരിച്ച് കളയൊന്നും വേണ്ട കേട്ടോ. നമുക്ക് കടിക്കാൻ കിട്ടുള്ള ഒരു പരുവത്തിൽ തന്നെ ആക്കിയെടുക്കുക കേട്ടോ. ഇനി നമ്മൾ പൾപ്പാക്കി എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മാംഗോയിലെ അതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മുടെ ആ ചൂടിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മെൽട്ടായി വരണം. അതിനുശേഷം ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആവുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് അലിഞ്ഞിട്ടും. അപ്പോൾ ഇതൊന്ന് ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഷുഗറൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് മാങ്ങയിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളറും ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. അത്രേ ആവശ്യമുള്ളൂ. ഒരുപാടങ്ങ് ആവാൻ നിൽക്കേണ്ട. ഈ ഷുഗർ ഒന്ന് മെൽട്ടാവുന്നവരെ വെയിറ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത് നന്നായിട്ട് ചൂടാറാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇനി നമുക്ക് ആവശ്യം 1 കപ്പ് നല്ല തണുത്ത വിപ്പിംഗ് ക്രീം ആട്ടോ. 1 കപ്പ് മാത്രമേ ആവശ്യമുള്ളൂ. അത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് അങ്ങ് ബീറ്റ് ആവാൻ നിൽക്കേണ്ട. കേക്കിൻ്റെ അത്രയൊന്നും ബീറ്റ് ആവാൻ നിൽക്കേണ്ട. കാരണം നമ്മുടെ ഐസ്ക്രീം അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കൊരു ക്രീമി ടെക്സ്ചർ വേണമല്ലോ. ആ ഒരു പരുവത്തിൽ നമുക്ക് ബീറ്റ് ചെയ്യുന്നത് ഒഴിവാക്കാം കേട്ടോ. അത്രയേ ആവശ്യമുള്ളൂ. ഈ ഒരു കൺസിസ്റ്റൻസിയിലെത്തുമ്പോൾ നമുക്ക് ഒഴിവാക്കാം കേട്ടോ. ബീറ്റ് ചെയ്യുന്നത് നിർത്താം. ഇത്രേ ആവശ്യമുള്ളൂ. നന്നായി ചൂടാറിയ ശേഷം ഇനി ഇതിലേക്ക് നമ്മുടെ മാംഗോയുടെ പ്യൂരിയില്ലേ, നമ്മുടെ ഷുഗറൊക്കെ ഇട്ടിട്ട് ചൂടാക്കി കളർ ചേഞ്ച് ആകുന്നവരെ ചൂടാക്കിയെടുത്ത് നമ്മുടെ മാംഗോയുടെ പ്യൂരി ചേർത്തിട്ട് അല്പാൽപമായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തെടുക്കണം എന്നൊന്നുമില്ല. നമുക്ക് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന്
എല്ലാ ഭാഗത്തും എത്തിയിരുന്ന രീതിയിലൊന്ന് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ 2 സ്റ്റെപ്പായിട്ട് ഇതിലേക്ക് ഈ പ്യൂരി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് നന്നായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുക. ഇത്രേ ആവശ്യമുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണ് പാല് ചേർത്ത് കൊടുക്കാം. പശുവിൻ പാലിൽ ചേർത്ത് കൊടുക്കുക. അതെൻ്റെ ക്ലിപ്പ് വിട്ടുപോയതാണ്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ആവുന്നവരെ ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ദേ ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ കിട്ടിയിട്ടുണ്ട്. അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണ്ടേ. അതിനായിട്ട് ഞാനൊരു പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട്, ഗ്ലാസിൻ്റെ. അപ്പോൾ ഇത് തന്നെ വേണമെന്നൊന്നുമില്ല, അടപ്പുള്ള പാത്രമായാലും ഏറ്റവും നന്നായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പാത്രത്തിലും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. പക്ഷേ ഇതിലേക്ക് എയർ കടക്കാൻ പാടില്ല, അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ അതേ ഇതുപോലത്തെ പുഡിംഗ് ട്രേയിലാണ് ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാം നമുക്കിതിലേക്ക് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ ക്രീമും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മാങ്ങ ഷുഗർ സിറപ്പിലിട്ട് വെച്ചിട്ടില്ലേ, ഷുഗർ സിറപ്പിലിട്ട് വെച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മാങ്ങ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമുക്കിത് ഐസ്ക്രീം കഴിക്കുന്ന സമയത്ത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ അങ്ങ് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കണം. ഇതിന് അടപ്പില്ലാത്തത് കൊണ്ട് ഞാൻ ഇതുപോലൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് തീരെ എയർ കടക്കാൻ പാടില്ല, അങ്ങനെ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണേ. അപ്പോൾ ഇത് ഞാനൊരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേത്തെ ഉച്ച വരെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എയർ ടൈറ്റുള്ള പാത്രമാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അടപ്പുള്ള പാത്രമാണ് എടുക്കുന്നുണ്ടെങ്കിൽ അടപ്പ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ അതേ നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം സ്കൂപ്പ് ചെയ്തെടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു 5-10 മിനിറ്റ് മുമ്പായിട്ട് ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച ശേഷം സ്കൂപ്പ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാമല്ലോ. വാവ്, സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്കൂപ്പ് ചെയ്ത് നോക്കാം. ഇത് നമ്മുടെ ഐസ്ക്രീം പോലെ തന്നെ ഉണ്ട് കേട്ടോ, പെട്ടെന്ന് സ്കൂപ്പ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അടിപൊളിയാണ് കേട്ടോ. കടകളിൽ പോലും ഇത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീം വാങ്ങിക്കാൻ കിട്ടില്ല കേട്ടോ, അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ്. ഐസ്ക്രീം കഴിക്കാത്ത എൻ്റെ ഹസ്ബൻഡ് പോലും ഇത് എന്നോട് ചോദിച്ച് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മക്കൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ അങ്ങ് ഐസ്ക്രീം ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഫാമിലിക്കൊക്കെ കൊടുത്ത് നിങ്ങൾ സ്റ്റാർ ആവും കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇതുവരെ എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ്. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.